കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധാർത്ഥിനെ കാണുന്ന സുഭാഷ് നിധി വീട്ടിൽ വരാനുണ്ടായ സാഹചര്യത്തെ പറ്റിയും നിധിയും സുധീഷും തമ്മിലുള്ള വിവാഹം എങ്ങനെയാണ് നടന്നതിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിന് തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിധിയും സുധീഷും തമ്മിലുള്ള വിവാഹം നടന്നതെന്നും നിധിക്ക് സുധീഷിനോട് യാതൊരു പ്രണയവുമില്ല എന്ന് മനസ്സിലാക്കുന്ന സിദ്ധാർത്ഥ് ഓഫീസിൽ നിധി എത്തുന്ന സമയത്ത് നിധിയെ അവിടെ കൂടുതൽ സമയം പിടിച്ചിരുത്തുകയാണ്. സിദ്ധാർത്ഥ നിധിയോട് പറയുന്നുണ്ട്, നിധി ഇന്ന് കറക്റ്റ് സമയത്തിന് വീട്ടിൽ പോകാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ജോലി തിരക്കുണ്ട്, അതുകൂടി ചെയ്ത് തീർത്തിട്ട് നിധിക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ നിധി ശരിയെന്ന് പറഞ്ഞ് അവിടെ ജോലി ചെയ്യാൻ ഇരിക്കുമ്പോഴേക്കും ബാക്കി 5 മണിയായപ്പോൾ ബാക്കി ആൾക്കാരെയെല്ലാം സിദ്ധാർത്ഥ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. നിധിയോട് സിദ്ധാർത്ഥ് എന്ന് പറയുന്നുണ്ട്, നിധിയും സുധീഷും തമ്മിലുള്ള പ്രണയം അത് ശരിയായിരുന്നില്ല അല്ലേ, എന്തോ ഒരു സാഹചര്യത്തിൽ നിധിക്ക് സുധീഷിൻ്റെ കൂടെ വീട്ടിലേക്ക് വരേണ്ടി വന്നതാണ് എന്നും നിധിയും സുധീഷും തമ്മിൽ യാതൊരു മാനസിക പൊരുത്തവും ഇല്ല എന്നും നിധിയുടെ സുഭാഷ് ഏട്ടൻ എന്നോട് പറയുകയുണ്ടായി എന്നും. ഇത് കേൾക്കുന്ന സമയത്ത് നിധിക്കത് വല്ലാത്ത ദേഷ്യം ഉണ്ടാവുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, ആരാ പറഞ്ഞത് അങ്ങനെ, ഞാനും സുധീഷും തമ്മിൽ ഇഷ്ടത്തിലാണ്, ഞങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു, നിങ്ങളോട് വേറെ ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന്. അതുകൊണ്ട് ഇനി മേലാൽ എന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്ന് സിദ്ധാർത്ഥിനെ വിലക്കുന്നുണ്ട്. വീട്ടിൽ ഇത്രയും സമയമായിട്ടും നിധിയെ കാണാത്തതിനെ തുടർന്ന് സുഭാഷ് സുധീഷിനോട് പറയുന്നുണ്ട്, എടാ നിധി ഇത്രയും സമയമായിട്ട് വന്നില്ലല്ലോ, മണി 9 ആവാറായില്ലേ. അപ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടാ നിധി ഏട്ടത്തി വന്നോളും, അവിടെ ആരും ചെന്ന് അന്വേഷിക്കേണ്ട, നിധി ഏട്ടത്തിയുടെ ജോലി തീരുമ്പോൾ ഏട്ടത്തി വന്നോളും എന്നാണ് നിധി ഏട്ടത്തി നികേഷിനോട് പറഞ്ഞത് എന്ന്. ആണോ നികേഷേ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതേ ഏട്ടാ, ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട് അവിടെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏട്ടത്തിയുടെ ജോലി പെട്ടെന്ന് തീരുന്നില്ല എങ്കിൽ അവിടെ ഒത്തിരി നേരം ഏട്ടത്തിയെ നോക്കി നിൽക്കേണ്ടി വരും, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് എന്നെ നോക്കി ആരും വരണ്ട, ജോലി തീരുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് വന്നോളാം എന്ന്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ എന്നാലും സുധീഷേ നിനക്കൊന്ന് പോയി നോക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഏട്ട എന്താ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്തിരി വൈകും, എന്നെ ഒന്ന് വിളിക്കാൻ വരുമോ സുധീഷേ എന്ന് പറഞ്ഞ് നിധിക്കൊന്ന് എന്നെ ഫോൺ ചെയ്താൽ പോരെ, ഞാൻ എപ്പോഴേ അവിടെ എത്തുമായിരുന്നു, ഇതൊന്നും നിധി ചെയ്യുന്നില്ലല്ലോ, ഞാൻ അതുകൊണ്ട് പോകുന്നില്ല, എന്തായാലും നിധി വരട്ടെ എന്ന് പറയാണ്. അങ്ങനെ സുധീഷും നികേഷൊക്കെ ആയിട്ട് അവിടെ ലൂഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ജയിക്കുന്നത് നികേഷ് ആയപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ ഇത് കൊള്ളാലോ, എപ്പോഴും നീയാണല്ലോടാ ജയിക്കുന്നത്, നീ ഇതെങ്ങനെ പഠിച്ചടാ കളിക്കാൻ എന്ന് പറയുമ്പോൾ നികേഷ് പറയാണ്, അത് ഞാൻ നിധിയേട്ടത്തിയുടെ എപ്പോഴും സമയവും ലൂഡോ കളിക്കും, അങ്ങനെ നിധിയേട്ടത്തി പഠിപ്പിച്ചു തന്നതാ, അതാ ഞാൻ ഇത്രയും എക്സ്പേർട്ട് ആയത് എന്ന്. ആ സമയത്ത് തന്നെയാണ് നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ നീതു വിളിക്കുന്നു, നീ ഫോൺ എടുക്ക് എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അയ്യോ വേണ്ട വേണ്ട, എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ ഉടനെ ഇപ്പോൾ വഴക്കാവും, അത് എന്തെങ്കിലും അവൾ വഴക്കുണ്ടാക്കാനേ വിളിക്കൂളൂ ഏട്ടാ, ഇപ്പോൾ എടുക്കുന്നില്ല, നാളെ രാവിലെ അവൾ കടയിൽ വരുമ്പോൾ നമ്മൾ സംസാരിച്ചോളാമെന്ന്. അതിനുശേഷം വീണ്ടും നീതു വിളിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ എന്നാലും ഒന്ന് ഫോൺ എടുക്ക്, വേണ്ട ഏട്ടാ വേണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ പല പ്രാവശ്യം ഹരീഷ് ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും അവൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷിന് ദേഷ്യം വരികയാണ്. സുധീഷ് പെട്ടെന്ന് ആ ഫോൺ എടുത്ത് ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇടുന്നുണ്ട്. ആ സമയത്തിന് ഹരീഷിന് ദേഷ്യം വരികയാണ്. ഹരീഷ് പറയുന്നുണ്ട്, സുധീഷിട്ട് എന്താ ഈ കാണിക്കുന്നത്, എൻ്റെ ഫോൺ എടുത്ത് വലിച്ചെറിയുന്നോ, അതിൻ്റെ ആവശ്യം എന്താ, എൻ്റെ ഫോൺ എന്തിനാ സുധീഷായിട്ട് എടുക്കുന്നത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എത്ര നേരമായിട്ട് ആ കൊച്ചു കിടന്ന് വിളിക്കുന്നത്, ഒന്നല്ലെങ്കിൽ ഫോൺ എടുക്കണം, ഇല്ലെങ്കിൽ വിളിച്ച് കാര്യം പറയണം, ഇല്ലെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കണം, ഇത് ആ കൊച്ചു വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടാ എന്താടാ നിങ്ങൾ തമ്മിൽ പ്രശ്നം, എപ്പോഴും ഇത് തന്നെയാണല്ലോ, രണ്ടുപേരും കുറച്ച് നാളായിട്ട് ഒന്ന് വഴക്കൊന്നും ഇല്ലാതിരുന്നതാ, വീണ്ടും തുടങ്ങിയോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടാ നീതു വിളിച്ചിരുന്നു, നീതു വിളിച്ചാൽ ഉടനെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കും, പിന്നെ അവസാനം അതൊരു കലഹത്തിലേ അവസാനിക്കുള്ളൂ, അതുകൊണ്ട് നാളെ ഞാൻ അവളെ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാ ഈ രാത്രി ഫോൺ എടുക്കാത്തത്, ആ ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് സുധീഷ് ഏട്ടൻ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്താ സുധീഷ് ഇത്, നീ അവൻ ഇഷ്ടമുള്ളത് അവൻ ചെയ്യട്ടെ, നീ ഒന്നും മിണ്ടാതിരിക്കും സുധീഷേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്താണ് നിധി വീട്ടിലേക്ക് കയറി വരുന്നത്. നിധിയെ കാണുന്ന ഉടനെ തന്നെ സുഭാഷ് ഓടി അവളെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, എന്താ മോളെ ഇത്ര ലേറ്റായത്, ലേറ്റാവുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ സുധീഷിനെ അങ്ങോട്ട് പറഞ്ഞു വിടുമായിരുന്നല്ലോ, മോളിങ്ങനെ തനിച്ചു വരണമായിരുന്നു, 9 മണിയായില്ലേ. അപ്പോൾ നിധിയുടെ മുഖത്ത് വല്ലാതെ അങ്ങ് ദേഷ്യമുണ്ട്. എന്താ മോളെ ഒന്നും മിണ്ടാതിരിക്കുന്നത്, എന്തു പറ്റി, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി, നിങ്ങൾ എന്തായി വിചാരിച്ചിരിക്കുന്നത് എന്നിങ്ങനെ നിധി ചോദിക്കുകയാണ്.
അപ്പോൾ സുധീഷൊക്കെ ഇങ്ങനെ വിട്ട് നോക്കുന്നുണ്ട്. സുധീഷും നികേഷും ഹരീഷും ഒക്കെ. നിധി ഒരിക്കലും സുഭാഷിനോട് അത്തരത്തിലൊരു സംസാരം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സുഭാഷും പെട്ടെന്ന് ആ ഒരു ഞെട്ടലോട് കൂടി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റുമോളെ, നിങ്ങൾ എന്തായി വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നാട്ടുകാരെ എന്തിനാ അറിയിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് പറ്റി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടനോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ സുധീഷൻ ചോദിക്കുകയാണ്, എന്താ നിധി, എന്താ പ്രശ്നം? നിധി ഇതുവരെ സുഭാഷ് ഏട്ടനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലല്ലോ, എന്താ പ്രശ്നമെന്ന് പറയും. സുഭാഷ് ഏട്ടൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കുന്ന ആളല്ല. അപ്പോൾ സുഭാഷൻ പറയുകയാണ്, എന്താ മോളെ, എന്താന്ന് വെച്ചാൽ ഏട്ടനോട് പറയാമെന്ന്. ആ സമയത്താണ് നീതു വീട്ടിലേക്ക് കയറി വരുന്നത്. നീതുവിനെ കാണുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, എന്താ നീതു ഈ രാത്രി ഈ വീട്ടിലേക്ക് വരുന്നത്? അപ്പോൾ നീതു ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ, എനിക്ക് രാത്രി വീട്ടിലേക്ക് വരാൻ പാടില്ലേ? ഞാൻ ഹരീഷിനെ അന്വേഷിച്ച് വന്നതാ. ഹരീഷിനെ ഞാൻ എത്രയോ തവണ ഫോൺ ചെയ്തിരുന്നു. ഹരീഷിൻ്റെ ഫോണിലെ ബെല്ലുണ്ടായിരുന്നു. പക്ഷേ ഹരീഷ് ഒന്ന് എടുക്കുവാനോ എന്താ കാര്യമൊന്ന് പറയാനോ കൂട്ടാക്കിയില്ല. ഞാൻ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്നാലും മോളെ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വരണമായിരുന്നോ? നാളെ രാവിലെ കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയാൽ പോരെയായിരുന്നോ? ഞാൻ പിന്നെ എവിടെയാണ് സുഭാഷ് ഏട്ടാ പോവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ എന്തിനാ രാത്രി വന്നേന്നാ ചോദിച്ചത്? എപ്പോഴും നിങ്ങൾക്കിടയിൽ വളരെ പ്രശ്നമാണല്ലോ, എപ്പോഴും വഴക്കാണല്ലോ, എന്തു പറ്റി? നീ എന്തിനാ എപ്പോഴും ഇവനെ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ നീതു പറയുന്നുണ്ട്, ഞാൻ പിന്നെ ആരെയാ വിളിക്കേണ്ടത്? ഞാൻ അവനെ അല്ലാതെ, ഞാൻ സ്നേഹിക്കുന്ന ആളെയല്ലേ ഞാൻ വിളിക്കേണ്ടത്, ഇവിടെയല്ലേ ഞാൻ വരേണ്ടത്, പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഹരീഷിനെ കാണാൻ ഇവിടേക്ക് വരാമെന്ന്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്താ നീതു ഇത്? ആരോട് എന്ത് സംസാരിക്കണമെന്ന് നിനക്കറിയില്ലേ? എൻ്റെ ഏട്ടന്മാരാ, അവരോട് കുറച്ച് മാന്യമായിട്ടൊക്കെ നീ സംസാരിക്കണം. നീ എന്തിനാ ഇപ്പോൾ ഈ രാത്രി ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ നാളെ വർക്ക്ഷോപ്പിൽ വരുമല്ലോ, അവിടെ വെച്ച് കാര്യങ്ങൾ തീർക്കാം. ഇപ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത്. നീ ഫോണ് മനഃപൂർവ്വം എടുക്കാത്തതാണോ? അപ്പോൾ ഹരീഷ് ആ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, അല്ല അത് ചെറിയ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നീതു പറയുന്നുണ്ട്, ഇല്ലല്ലോ, അതിൽ ബെല്ലുണ്ടായിരുന്നല്ലോ, അത് ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ്. നീ എന്തിനാ ഹരീഷ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ ഒഴിവാക്കുന്നത്? നിനക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കാര്യം പറഞ്ഞാൽ പോരെ? ഇല്ല, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്കതെടുത്ത് സംസാരിച്ചാൽ പോരെ? ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന്. പിന്നെ എന്തിനാ എപ്പോഴും നീ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത്? അങ്ങനെ അവരുടെ സംസാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും നിധി പറയുന്നത്, നിങ്ങൾ എന്താ സുഭാഷ് ഏട്ടാ കാണിക്കുന്നത്? നിങ്ങൾ എല്ലാവരോടും വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, പക്ഷേ നിങ്ങൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് എന്തിനാണ് പറയുന്നത്? ആ സിദ്ധാർത്ഥിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി സുഭാഷ് ഏട്ടാ? നിങ്ങൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താവശ്യത്തിനാണ് ചെന്ന് പറഞ്ഞത്? ഞാനാണെങ്കിൽ എന്തോ പോലെ ആയിപ്പോയി. അയാളാണെങ്കിൽ എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. ഞാനും സുധീഷും തമ്മിൽ വിവാഹം കഴിഞ്ഞതാണെന്ന്, ഞങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു എന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. പക്ഷേ സുഭാഷ് ഏട്ടൻ ഇത് പറഞ്ഞതോടും കൂടെ അയാൾ ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ഇനി ആ വീട്ടിൽ താൻ താമസിക്കരുത് എന്നും എനിക്കൊരു ഫ്ലാറ്റൊക്കെ എടുത്ത് തരാമെന്നും ഒക്കെയാണ് അയാൾ എന്നോട് പറയുന്നത്. അതുകൊണ്ടാണ് ബാക്കിയുള്ള സ്റ്റാഫുകളെയെല്ലാം അയാൾ കറക്റ്റ് സമയത്തിന് വിട്ടിട്ട് എന്നെ 9 മണി വരെ അവിടെ പിടിച്ചിരുത്തിയത്. ഇതൊക്കെ നിങ്ങൾക്കറിയണോ സുഭാഷ് ഏട്ടാ? നിങ്ങൾ വായി തോന്നുന്നത് എന്ത് വേണമെങ്കിലും മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നു. അതിൻ്റെ ദുരിതങ്ങളെല്ലാം അനുഭവിക്കേണ്ടത് ഞാനാണ്. എന്താ സുഭാഷ് ഏട്ടാ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളോട് എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കളഞ്ഞു കുളിച്ചല്ലോ എന്ന് പറയുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എന്താ സുഭാഷ് ഏട്ടാ ഈ കേൾക്കുന്നത്? നിധി പറയുന്നത് ശരിയാണോ? സുഭാഷ് ഏട്ടൻ സിദ്ധാർത്ഥിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ അത് ഞാനങ്ങനെ ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ഞാനും അയാളും തമ്മിൽ അന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഓണർ ഉണ്ടായിരുന്നില്ലേ, അയാളാണ് എന്നെ സിദ്ധാർത്ഥിന് പരിചയപ്പെടുത്തി തന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് അന്ന് ഫുഡൊക്കെ കഴിച്ചതല്ലേ, അപ്പോൾ ഒരു അത്യാവശ്യമുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ പോയതായിരുന്നു. അയാളെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് അയാൾ എന്നോട് ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചു. അങ്ങനെ എന്നെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുകയല്ലാതെ വീട്ടിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചോ? അപ്പോൾ എന്നോട് സിദ്ധാർത്ഥ് ചോദിച്ചു, ആ സുധീഷ് തൻ്റെ അനിയൻ നിധിയുടെ കസിനാണോ? നിധി അങ്ങനെയാണ് പറഞ്ഞതെന്ന്. അങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ആ സിദ്ധാർത്ഥ് സാറിനോട് തുറന്നു പറഞ്ഞത്. അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ഞാനിതൊക്കെ പറയുമായിരുന്നോ? അപ്പോൾ നിധിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്നാലും സുഭാഷ് ഏട്ടാ നിങ്ങൾ കാണിച്ചത് വളരെ മോശമായി പോയി. അപ്പോൾ സുധീഷിനും അത് ഇഷ്ടപ്പെടുന്നില്ല. സുധീഷൻ സുഭാഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്താ സുഭാഷ് ഏട്ടാ കാണിക്കുന്നത്? വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നു. നിങ്ങൾക്ക് ഇത്രയും കോമൺ സെൻസ് ഇല്ലേ?
നിധി പറഞ്ഞത് കേട്ടില്ലേ, ആ സിദ്ധാർത്ഥ് അവളോട് മോശമായിട്ടാണ് പെരുമാറുന്നതെന്ന്. അവളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വരെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണം സുഭാഷ് ചേട്ടനല്ലേ? അപ്പോൾ ഞാനും നിധിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തില്ലേ? ഇനി നിധി ഓഫീസിലേക്ക് പോകുമ്പോൾ എന്ത് വിശ്വാസത്തിലാണ് പോവേണ്ടത്? ബാക്കി സ്റ്റാഫുകളെല്ലാം പറഞ്ഞു വിട്ടിട്ട് അയാൾ ആ നിധി അത്രയും സമയം അവിടെ ഇരുത്തി എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ എന്ത് ചെയ്യും? ഇത്രയും നാളും അയാൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ അവളുടെ ഭർത്താവെന്ന്. ഇപ്പോൾ ഞാനത് കള്ള ഭർത്താവാണെന്നും ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതല്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അയാൾ എന്താ വിചാരിക്കുക? എന്തായാലും നിങ്ങൾ ചെയ്തത് വളരെ മോശമായി പോയി സുഭാഷ് ചേട്ടാ. എല്ലാവരോടും നല്ലത് പറഞ്ഞ് എല്ലാവരും ഉപദേശിക്കുന്ന സുഭാഷ് ചേട്ടൻ ഇപ്പോൾ എന്താ കാണിച്ചിട്ട് വന്നിരിക്കുന്നത്? അങ്ങനെ നിധിയും സുധീഷുമായിട്ട് സുഭാഷിന് വളരെയധികം മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെയാണ് സുഭാഷ് നിൽക്കുന്നത്. ഈ വഴക്കൊക്കെ കേൾക്കുമ്പോൾ ഭാസ്കരൻ പുറത്തു നിന്ന് വരുന്നുണ്ട്. ഭാസ്കരൻ ചോദിക്കുകയാണ്, എന്താ ഇവിടെ നടക്കുന്നത്? ഈ കുട്ടി എന്താ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് നീതുവിനോട് ചോദിക്കുമ്പോൾ നീതു ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്, പിന്നെ ഞാൻ ഇങ്ങോട്ടേക്കല്ലാതെ എങ്ങോട്ടേക്ക് അങ്ങളെ വരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അല്ല, ഇവിടെ നിധിയും സുഭാഷുമായിട്ട് എന്താ പ്രശ്നം? സുഭാഷ് നിധിയുമായിട്ട് വളരെ കൂട്ടാണല്ലോ, എന്തു പറ്റി? അത് എൻ്റെ ഓഫീസിൽ വരുന്ന സിദ്ധാർത്ഥിനോട് സുഭാഷ് ചേട്ടൻ ഞാനും സുധീഷും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടന്നു എന്നൊക്കെ പറയുന്നു. അതിനെ ചൊല്ലി സിദ്ധാർത്ഥ് സാറ് എന്നെ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറുന്നത്. അയാൾക്ക് എന്നോട് എന്തോ ഒരു ഇതുപോലെ അയാൾ പറഞ്ഞു, ഇനി ആണുങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിധി താമസിക്കണ്ട, തനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലാറ്റൊക്കെ എടുത്ത് തരാമെന്ന്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഈ സുഭാഷ് ചേട്ടൻ കാണിക്കുന്ന ഓരോരോ കാരണങ്ങൾ കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നതച്ചാ എന്ന് പറയുമ്പോൾ ഭാസ്കരൻ ഒന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന നീതുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. നീതു വിചാരിക്കുന്നത് നിധിയും സുധീഷും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു എന്നും അങ്ങനെ അവർ ഒളിച്ചോടി വന്നതെന്നൊക്കെയാണ്. പക്ഷേ അതങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവരുടെ സംസാരത്തിൽ എന്തൊക്കെയോ ഒരു കള്ളത്തനങ്ങൾ മണക്കുന്ന നീതു ഹരീഷിനോട് ചോദിക്കുകയാണ്, എന്താ ഹരീഷ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിധി എങ്ങനെയാണ് ഇവിടെ വന്നത്? നിധി താല്പര്യമില്ലാതെയാണോ സുധീഷ് ചേട്ടനെ കല്യാണം കഴിച്ചത്? എന്ത് സാഹചര്യത്തിലാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും നിധി പറയുന്നുണ്ട്, സുധീഷ് ചേട്ടൻ കാണിച്ചത് വളരെ മോശമാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ സുധീഷിന് വല്ലാതെ ദേഷ്യം വന്ന് സുഭാഷിൻ്റെ കോളറിലേക്ക് കയറി പിടിക്കുകയാണ്. സുഭാഷിനെ അടിക്കാൻ വേണ്ടി പോവുകയാണ് സുധീഷ്. അപ്പോൾ ഹരീഷും നികേഷും ഓടി വന്ന് സുധീഷിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്താ സുധീഷ് ചേട്ടായി കാണിക്കുന്നത്? സുഭാഷ് ചേട്ടൻ്റെ മേലിൽ കൈവയ്ക്കുന്നോ? സുഭാഷ് ചേട്ടൻ അതിന് അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സുഭാഷ് ചേട്ടൻ എന്താണെന്ന കാര്യം അറിയില്ലായിരുന്നു. സുഭാഷ് ചേട്ടൻ അയാളോട് ആ കാര്യം പറഞ്ഞു. അതുകൊണ്ട് സുഭാഷ് ചേട്ടനെ അടിക്കാൻ പോവുകയാണോ? ഇത്രയും നാളും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കി വളർത്തിയ ആളാ സുഭാഷ് ചേട്ടൻ. എന്നിട്ട് ഇങ്ങനെയാണോ സുധീഷ് ചേട്ടാ കാണിക്കേണ്ടത്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് മാറിക്കേടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. എന്താവശ്യത്തിന് അയാളോട് ഈ കാര്യങ്ങളൊക്കെ സുഭാഷ് ചേട്ടൻ പറഞ്ഞതെന്ന്. വീണ്ടും നികേഷ് പറയുന്നുണ്ട്, സുധീഷ് ചേട്ടാ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ സുഭാഷ് ചേട്ടൻ്റെ ദേഹത്ത് തൊട്ടാൽ സുധീഷ് ചേട്ടൻ ദുഃഖിക്കേണ്ടി വരും. സുഭാഷ് ചേട്ടൻ്റെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ സുധീഷ് അതൊന്നും ഉൾക്കൊള്ളാതെയാണ് സുഭാഷിനോട് ദേഷ്യപ്പെടുന്നത്. താൻ കാരണമാണ് നിധിക്ക് ഇത്രയും വലിയൊരു മോശം ഉണ്ടായത് എന്നിങ്ങനെ മനസ്സിലാക്കുന്ന സുഭാഷിന് വല്ലാതെ ഒരു സങ്കടം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.